അപ്പോൾ ഞാനിന്നതാ ഒരു വലിയ മീൻ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ? ഇതിൻ്റെ പേരാണ് പൂമീൻ എന്ന് പറയുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് വാങ്ങുന്നതും ഇതിൻ്റെ പേര് കേൾക്കുന്നതും. കടയിലുള്ള ചേച്ചി പറഞ്ഞു, നീ ധൈര്യമായിട്ട് വാങ്ങിച്ചോ, നല്ല മീനാണ്, നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞേ. അത് കേൾക്കേണ്ട താമസം ഞാനതിങ്ങ് വാങ്ങിയതാ വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ രണ്ട് സൈഡ് ഞാനൊന്ന് കത്രി കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തേ. അതിനുശേഷം അത് അതിൻ്റെ തലയൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞില്ല, കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഞാനിത് അതിനൊന്ന് പീസാക്കിയിട്ട് മുറിച്ചെടുക്കാമെന്ന് കരുതി. അങ്ങനെ ഇത് പീസ് ആക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് പണി പാളിയെന്ന്. അതിൻ്റെ തൊലി ഉരിച്ചെടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ചതയൊക്കെ ആ തൊലിയിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനെ പൂമീനെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്. ഇത് പൂ പോലെ കൈകാര്യം ചെയ്യണം എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്ക് കണ്ടില്ലേ, എല്ലാം പിഞ്ച് വലിഞ്ഞ് വന്നേ. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, കറി വെച്ചാൽ പണി പാളുമെന്ന് മനസ്സിലായി. അതിനൊന്ന് പൊരിക്കാൻ വേണ്ടി പുരട്ടി വെക്കുകയാണേ. അപ്പോൾ മുളക് പൊടിയും ഞാൻ ഫിഷ് മസാലയും ഉപ്പും ഇട്ടാണ് ഒന്ന് പുരട്ടി വെക്കുന്നത്. അതിനുശേഷം പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് പുളിശ്ശേരി വെക്കാൻ ഒരു മൂടും ഇല്ലായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ മീൻ പിഞ്ഞു പോയല്ലോ, അതിൻ്റെ ഒരു വിഷമമായിരുന്നേ. അപ്പം ഞാൻ കരുതി ഇന്നലത്തെ കുറച്ച് രസം ഇരിപ്പുണ്ടായിരുന്നേ, അതിനെ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തോരനായിട്ട് ഇന്ന് രാവിലെ മക്കൾക്ക് കൊടുത്തേച്ച പപ്പായ തോരൻ്റെ ബാക്കി ഉണ്ടായിരുന്നേ. അങ്ങനെ ഇന്ന് ഉച്ചത്തേക്ക് ഇത്രയൊക്കെ മതിയല്ലോ. പിന്നെ നമ്മുടെ മീനും കൂടെ ഒന്ന് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ മീനൊക്കെ വെന്തപ്പോഴാണ് മനസ്സിലായത് പണി പാളിയില്ലെന്ന് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മാത്രമല്ല നല്ല സോഫ്റ്റും ആയിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു. അപ്പോൾ ഞാനിന്നതാ ഒരു വലിയ മീൻ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ? ഇതിൻ്റെ പേരാണ് പൂമീൻ എന്ന് പറയുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് വാങ്ങുന്നതും ഇതിൻ്റെ പേര് കേൾക്കുന്നതും. കടയിലുള്ള ചേച്ചി പറഞ്ഞു, നീ ധൈര്യമായിട്ട് വാങ്ങിച്ചോ, നല്ല മീനാണ്, നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞേ. അത് കേൾക്കേണ്ട താമസം ഞാനതിങ്ങ് വാങ്ങിയതാ വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ രണ്ട് സൈഡ് ഞാനൊന്ന് കത്രി കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തേ. അതിനുശേഷം അത് അതിൻ്റെ തലയൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞില്ല, കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം അതിനൊന്ന് പീസാക്കിയിട്ട് മുറിച്ചെടുക്കാമെന്ന് കരുതി. അങ്ങനെ പീസ് ആക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് പണി പാളിയെന്ന്. അതിൻ്റെ തൊലി ഉരിച്ചെടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ചതയൊക്കെ ആ തൊലിയിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനെ പൂമീനെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്. ഇത് പൂ പോലെ കൈകാര്യം ചെയ്യണം എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്ക് കണ്ടില്ലേ, എല്ലാം പിഞ്ച് വലിഞ്ഞ് വന്നേ. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, കറി വെച്ചാൽ പണി പാളുമെന്ന് മനസ്സിലായി. അതിനൊന്ന് പൊരിക്കാൻ വേണ്ടി പുരട്ടി വെക്കുകയാണേ. അപ്പോൾ മുളക് പൊടിയും ഞാൻ ഫിഷ് മസാലയും ഉപ്പും ഇട്ടാണ് ഒന്ന് പുരട്ടി വെക്കുന്നത്. അതിനുശേഷം പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് പുളിശ്ശേരി വെക്കാൻ ഒരു മൂടും ഇല്ലായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ മീൻ പിഞ്ഞു പോയല്ലോ, അതിൻ്റെ ഒരു വിഷമമായിരുന്നേ. അപ്പം ഞാൻ കരുതി ഇന്നലത്തെ കുറച്ച് രസം ഇരിപ്പുണ്ടായിരുന്നേ, അതിനെ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തോരനായിട്ട് ഇന്ന് രാവിലെ മക്കൾക്ക്